അവിടെ കിടന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വേണം. എന്താണ് അവിടെ ഒച്ച കേട്ടത്? എന്താ അവിടെ ശബ്ദം കേട്ടത്? വലിയ വിഷയമൊന്നുമില്ല. ഒരു ചട്ടി തറ വീണ് പൊട്ടിയതാണ്. ചട്ടിയാ? ഓ, ഞാൻ അവിടെ മറ്റേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചട്ടി തറ വീണ് പൊട്ടി. എവിടെയായിരുന്നു ചട്ടി? ആ സൈഡിൽ ഇരുന്നില്ല. അപ്പൊ അറ്റത്ത് എന്റെ ദൈവമേ, ചോള സാമ്രാജ്യത്തിൽ ചട്ടി ഇട്ട് പൊട്ടിച്ചോ? ചോള അവിച്ച് വെച്ചിരുന്നു അതിനകത്ത്. ചട്ടി അവിച്ചു വെച്ചതല്ല, പിന്നെ ചോള സാമ്രാജ്യത്തിലെ ചട്ടി. പിന്നെ 50,000 രൂപയുടെ ചട്ടി, അത് പൊട്ടിച്ചോ? 2 പൂജ്യം കൂടെ ചേർത്തോ? എന്തിന് 50,000 രൂപയുള്ളൂ? 2 കൂടെ ചേർത്തോ? ഇല്ലെന്ന് എന്തിന് ആവശ്യമില്ലാത്ത പൂജ്യം ചേർക്കണം? 50,000 രൂപയുള്ളൂ. ആ ചോളച്ചട്ടിയില്ലേ അന്ന് വീണത് മറ്റേ 100 വർഷം പഴക്കമുള്ള ഒരു കൂജ ഉണ്ടായിരുന്നില്ല, അതിന്റെ മുകളിലാണ് വീണത്. എന്റെ ദൈവമേ, ജഹാംഗീറിന്റെ കൂജം പൊട്ടിച്ചു. ജഹാംഗീറിന്റെ ഈ കീജത്തിന് ഇത്ര പേരെന്ന് ഞാൻ അറിയണം മലയാളി. എന്റെ കൂടെ എന്നെ നശിപ്പിക്കാൻ നീ വേറെ വല്ല പണിക്കും പോടാ. എന്നെ എങ്ങനെയിട്ട് വഴക്ക് പറയണം എന്തിനാണ് മലയാളി? നീ എന്തെങ്കിലും പണി ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നു? നീ രാവിലെ തൊട്ട് അതിനകത്ത് കയറിയിരിക്കുന്നത് എന്തെങ്കിലും പണി നീ ചെയ്യുന്നുണ്ടോ മലയാളി? അങ്ങനെ നിങ്ങൾ പറയല്ലേ മലയാളി. ഞാൻ ആ റൂമിനകത്ത് കയറിയിട്ട് വിശ്വസുന്ദരിമാരായ ഉർവശി, രംഭ, തിലോത്തമ അതിന്റെയൊക്കെ പ്രതിമകൾ നല്ല സൂപ്പറായിട്ട് 1 വീതം 3 നേരം തുടച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അമ്മച്ചി പെണ്ണുങ്ങളുടെ പ്രതിമ എല്ലാം തുടച്ചപ്പോ അവിടെ വിശ്വാമിത്രൻ മാറാലയം പിടിച്ചിരിപ്പുണ്ട്. അതിനൊന്ന് തുടക്കാൻ പറ്റുമോ? അത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് കാണിയല്ല, നീ ആണുങ്ങളുടെ പ്രതിമ കാണിയല്ല, നീ പെണ്ണുങ്ങളുടെ പ്രതിമയിലാണ് നിന്റെ പരിപാടി മുഴുവൻ. എന്നെ ചുമ്മാ ആവശ്യമില്ലാതെ വഴക്ക് പറയാനും ഉള്ള പണി മൊത്തം തരുകയും ചെയ്യും മലയാളി. കരയാതിരിക്കടാ, കസ്റ്റമർ വരും. ഈ കണ്ണീരിനെ കസ്റ്റമർ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ കസ്റ്റമർ ഉപഭോക്താവ് വരുന്നു. ഉണരൂ ഉപഭോക്താവ് ഉണരൂ. എന്റെ കാർഷിക മന്ത്രാലയമേ ഒരാൾ വന്നിരിക്കുന്നു. ഈ പുരാവസ്തു, അയ്യോ അത് പുരാവസ്തു അല്ല, വെറും പാഴ്വസ്തുവാണ്. അല്ല ഈ പുരാവസ്തു വിൽക്കുന്ന സ്ഥലമാണല്ലോ ഇതാണ്. അല്ലെ ഞാൻ ഈ മന്ത്രവാദമൊക്കെ പുതിയ ഒരു സംഭവത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിലൊക്കെ അതിന്റെ ട്രെൻഡ് ആണല്ലോ. അപ്പൊ എനിക്ക് അതിന് പറ്റിയ ഒരു സാധനം കൂടോത്രം സെറ്റ് ചെയ്യുന്നൊരു അച്ചിവിടെ ഉണ്ട്. ഇഡലിയുടെ അച്ചടത്ത് കൊടുക്കല്ലേ, ചേച്ചി എടുത്തിട്ട് അടിക്കും കേട്ടോ. ബിസിനസ് പിടിക്കട്ടാണ്. ഞാൻ സത്യം മാത്രമല്ലേ പറയുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കൊരു ഓജോ ബോർഡ് വേണം. ഓജോ ബോർഡ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓജോ ബോർഡാണ് വേണ്ടത്? അല്ല ഈ ഓജോ ബോർഡ് ഞാൻ ഇന്ന് വരെ സത്യത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്താൻ പോവാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയോ അറിവോ ഒന്നും ഇല്ല. മലയാളി അങ്ങേക്ക് ഇതിൽ വലിയ ഗ്രാഹിയൊന്നും ഇല്ല. നമ്മളെ കക്കൂസിന്റെ അവിടെ കഥ വെച്ചിട്ടില്ലേ മറ്റേ ഫ്ലെക്സ് ബോർഡ്, അതെടുത്ത് കൊടുത്ത് നൈസിന് പറ്റിക്കാം. വേറെ വിഷയം ഉണ്ടാകാനായിട്ട് അതൊന്നുമില്ല. ഇവിടെ ഓജോ ബോർഡ് ഉണ്ട്. ഉണ്ടല്ലോ. ഓ ഭാഗ്യം. ഇവിടെ ഓജോ ബോർഡൊന്നും ഇല്ല. ഉണ്ടെന്ന് ഇല്ലെന്ന് എനിക്ക് ഇവിടെ മൊത്തം അറിഞ്ഞു എല്ലാം അടിച്ചു തുടച്ച് വെക്കണല്ലേ. എനിക്ക് അങ്ങനെ സാധനം ഇല്ല ഇവിടെ മലയാളി. വീട്ടിലെല്ലാ കാര്യം നിനക്കറിയാം. പിന്നെ അറിഞ്ഞൂടെ? എന്റെ ബെഡ്റൂമിൽ കട്ടിലിന്റെ താഴെ ഓജോ ബോർഡ് ഉണ്ട്. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലേ. ഞാൻ കട്ടിലൊക്കെ അടിച്ചു നോക്കുമ്പോ അതിനകത്തൊന്നും കാണാനില്ലല്ലോ മലയാളി. നീ കാണാൻ ഞാൻ എടുത്തോണ്ട് വരാം കേട്ടോ. ഒന്ന് എടുത്തോളൂ, ഞാനൊന്ന് കാണട്ടെ. ഒന്ന് എടുത്തോണ്ട് വാ പ്ലീസ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എനിക്ക് അറിഞ്ഞൂടാ. ഹലോ രാജേഷേ, ഓജോ ബോർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ആളില്ലേ? 1-2 പേരുണ്ട്, നിങ്ങൾ കണ്ടൂടെ? ശരിയാണല്ലോ. ഞാൻ വന്നത് വിദ്യാസമ്പന്നരായ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവിടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ചീട്ടുകളി പരിപാടികളായ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ അവിടെ ഒരു വലിയ ബിൽഡിംഗ് തീർത്തായിരുന്നു. അപ്പൊ ഇതിനൊരു ബോർഡ് വെക്കണം നമുക്ക്. ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ബോർഡാണ്. മനസ്സിലാവില്ല എങ്ങനത്തെ സംഭവം. പഴയ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കിലിക്കുത്തിന്റെ ബോർഡുണ്ട്. കിലിക്കുത്ത്. അയ്യോ കിലിക്കുത്തിന്റെ സാധനം ഇവിടെ ഇരിപ്പില്ല കേട്ടാ. ഉണ്ടായിരുന്നു 3-4 പോയി കിട്ട ഒരു വഴിയില്ല. അപ്പൊ ഇനി എപ്പോ ഒരു അടുത്ത ലോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഓ അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ നമ്പർ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ചാൽ മതി. എടുത്ത് വെച്ചേക്കണേ. തീർച്ചയായിട്ടും ഞാൻ എടുത്ത് വെച്ചേക്കണേ. ഓക്കെ നിങ്ങൾക്ക് തരൂ. ഓക്കെ എന്നാ ഓജോ ബോർഡ് ഓജോ ബോർഡ് റെഡി. പിന്നെ അവിടെ സാധനം ഇവന് ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം. സാധനം ഉണ്ടായിരുന്നോ? പിന്നെ ഇത് തന്നെ ഞാൻ പറഞ്ഞ പോയാ മതി. മറ്റേ കിലിക്കുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. കിലിക്കുത്തിന്റെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. പോ. അത് ഓജോ ബോർഡാണത്. അല്ലെന്ന് കിലിക്കുത്താണെന്ന്. അല്ല അതെ ഒരു മിനിറ്റ്. അത് ഓജോ ബോർഡാണത്. ഇതില് എങ്ങനെയാണ് ഈ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലണം? എങ്ങനെയാണ് മന്ത്രം? ഭയങ്കര ഈസിയാണ്. ഞാൻ കാണിച്ചുതരാം. ഇതൊന്നും ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് 10 എടുത്താ 20, 20 എടുത്താ 40, 40 എടുത്താ 50. ആർക്കും എടുക്കാം, എപ്പോഴും എടുക്കാം. കിലിക്കുത്ത്. ഇത് ഞാനൊക്കെ പരിചയമുള്ള കളിയാണല്ലോ. അപ്പൊ ഒരു പണി സ്പീഡിൽ 50 രൂപ കമ്പനിക്ക് അടിച്ചു. ആർക്കും എടുക്കാം, എപ്പോഴും എടുക്കാം. ടൈമല്ലോ 40. പൈസ നീ ഇവിടെ കിലിക്കുണ്ടാക്കാൻ വന്നാണോ? ആണോ? ഇത് ഓജോ ബോർഡാണ്. അല്ല മുതലാളി കിലിക്കുത്താണെന്ന് നിങ്ങൾ അച്ഛൻ എപ്പോഴും കൊണ്ടുപോയി കളിക്കണം. ഞാൻ കണ്ടോണ്ടിരിക്കുന്നില്ല. ഓജോ ബോർഡ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓജോ ബോർഡാണ്. അത് ഇവന് മനസ്സിലാകാത്തത്. ഉറപ്പാണ് ഓജോ ബോർഡ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ ഒന്ന് വിളിച്ചു വരുത്തി എനിക്ക് കാണിച്ചു തരാമോ? ആത്മാവിനെ വിളിച്ചു വരുത്തിയാൽ ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റും. പിന്നെ സൂപ്പറായിട്ട് പറ്റും. വേറെ വിഷയമുണ്ട്. ഇതിപ്പോ എന്റെ ഓജോ ബോർഡാണല്ലോ. അപ്പൊ ഇതിൽ വന്ന ആത്മാവ് ആദ്യം എന്റെ ദേഹത്ത് കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഓജോ ബോർഡ്.
അപ്പൊ നീ നിങ്ങളാണ് മേടിക്കുന്നെങ്കിൽ നിങ്ങളല്ലേ ഓണർ. ഇപ്പൊ നിങ്ങളുടെ ദേഹത്ത് കയറി. ഇപ്പൊ ഓണർ ഞാൻ ആയതുകൊണ്ട് ഇപ്പൊ ആത്മാവിനെ വിളിച്ചു ചോദിച്ചാൽ ആത്മാവ് എന്റെ ദേഹത്ത് കയറും. അല്ല എനിക്കത് ആത്മാവ് വന്നൊന്ന് കാണാൻ വേണ്ടി എവിടെ ആത്മാവ്? ഞാൻ വിളിച്ചു വരുത്താം, എനിക്കറിയാം മുതലാളി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്താൻ എനിക്കറിയാന്ന്. എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ ചാടിക്കുന്നത്? അല്ല അയാൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അയാളൊന്ന് കാണിക്കട്ടെ. അവൻ ചുമ്മാ കൈ നിട്ട് അടിക്കുന്നു. ഇല്ല മുതലാളി, ഞാൻ വിളിക്കാം. എന്റെ അളിയനെ ഒന്ന് വിളിച്ചു വരുത്തണം, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അളിയെന്ന് പറഞ്ഞാൽ ആത്മാവാണോ? ഓ, ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചാ, ഒന്ന് വിളിച്ചോ. മുതലാളി എന്നെ അനുഗ്രഹിക്കണം. നിങ്ങളും അനുഗ്രഹിക്കണം. തുടങ്ങാം. ഇങ്ങനെ പൈസ ഇല്ല, ഇങ്ങനെ വെച്ചാൽ മതി. വന്ന് ഇതാണ് ആത്മാവ്. ഇതാണ് എന്റെ അളിയൻ. ഇവന്റെ അളിയൻ. എന്റെ അളിയൻ വല്ല തെളിവുണ്ടാ? തെളിവിന് ആത്മാവിന് ആധാർ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് തന്നോ? നിന്റെ പെങ്ങൾ ശ്യാമളയുടെ ഭർത്താവ് സുഗുണൻ. ഓഹോ, എന്റെ ഒരേ ഒരാളിയെ സുഗുണൻ. എന്റെ പെങ്ങളെയും അവളെ മക്കളെയും നിങ്ങൾ ഒരുപാടിട്ട് ദ്രോഹിച്ചല്ലേ. എന്റെ കിട്ടാൻ വേണ്ടി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്.